കേരള കൈറ്റ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്തത് മുംബൈ മലയാളികളുടെ സ്വന്തം വിനോദ പരിപാടിയായ മീറ്റ് ദ മല്ലൂസ്. ഇന്ന് മീറ്റ് ദ മല്ലൂസ് എത്തിയിരിക്കുന്നത് കേരള സമാജം സാൻപാടയിലെ കുടുംബാംഗങ്ങളോടൊപ്പമാണ്. ഇന്ന് നമ്മൾ ഒരുപാട് കുസൃതി ചോദ്യങ്ങളും ഗെയിംസും നല്ല എന്താണ് പറയുക ഒരുപാട് പരിപാടികളൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് തുടങ്ങാം. നമുക്ക് 2 ടീമായിട്ട് ഡിവൈഡ് ചെയ്യാം. എൻ്റെ ടീമും ബിനിജയുടെ ടീമും. ടീം ലീഡറിനെ പരിചയപ്പെടാൻ വിളിച്ചാൽ അതെ, ആരാണ് ടീം ലീഡർ? എൻ്റെ പേര് രമേഷ് മേനോൻ എന്നാണ്. ഞാൻ കേരള സമാജം സാൻപാടയുടെ പ്രസിഡന്റ് ആണ് ഇപ്പോഴത്തെ. ഓക്കെ, താങ്ക് യു. ഞങ്ങളുടെ ഭാഗത്തു നിന്നും ആന്റി റെഡിയാണ്. പരിചയപ്പെടുത്തു. എൻ്റെ പേര് രാധാ പിള്ളൈ. ഞാൻ ഈ കേരള സമാജം സാൻപാടയിലെ ആദ്യ തൊട്ട് ഉള്ള ഒരു അംഗമാണ്. 2 ടീമായിട്ട് ഞങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ടീം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ റെഡിയാണ്. നമുക്ക് കുസൃതി ചോദ്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് കുസൃതി ചോദ്യം വെനിജ ചോദിക്കുന്ന സുന്ദരനും സുമുഖനായ ഞാൻ ചോദിച്ചാ പോരെ? ആദ്യത്തെ ചോദ്യം ഇതാണ്, വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. തറയ്ക്കാൻ പറ്റാത്ത ആണി. തറയ്ക്കാൻ പറ്റാത്ത ആണി. എന്റെ പേര് അനു. ഹസ്ബൻഡ് ഇവിടെ ഉണ്ടോ? ഓക്കെ, അപ്പൊ ഉത്തരം പറഞ്ഞു. ബിരിയാണി. ബിരിയാണി ശരിയാണോ? അപ്പൊ ഞങ്ങളുടെ ചോദ്യം, തുറക്കാനും അടയ്ക്കാനും പറ്റാത്ത കൊട. തുറക്കാനും അടയ്ക്കാനും പറ്റാത്ത കൊട. പറയൂ പറയൂ പറയൂ. തുറക്കാനും അടയ്ക്കാനും പറ്റാത്ത കുട. ഇരിഞ്ഞാലക്കുട. നമ്മുടെ അടുത്ത സെഗ്മെന്റ് ആണ് ഡയലോഗ് പറച്ചിൽ. അപ്പം ഇന്ന് ഏതാണ് സീന്? ഇന്ന് നമുക്ക് പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുള്ള 7th ഡേ എന്ന സിനിമയില് ഒരു വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡയലോഗാണ്. പൃഥ്വിരാജല്ലേ, അപ്പൊ സ്റ്റൈലിനൊന്നും കുറവുണ്ടാവില്ല. തീർച്ചയായിട്ടും എന്നെ മാതിരി തന്നെയാണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ഡയലോഗ് കണ്ടു നോക്കാം. എന്റെ ടീം കമാൻഡോസ് ഒരു കമാൻഡോ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. കമാൻഡോ കമാൻഡോയുടെ പേരെന്താണ്? രാജേഷ്. രാജേഷ് രാജേഷ് ഏട്ടാ, ഡയലോഗ് പറയാൻ റെഡിയാണോ? ഡയലോഗ് പറയാൻ ശരിയാണ്. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമായിരുന്നു എന്റെ ഹീറോസ്. സീതാരണി. എന്തോ എങ്ങനെ? സീതാരണി ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. 3 പേരും തോറ്റുപോയവരാണ്. പക്ഷേ ഞാൻ കളിക്കുന്നത് ജയിക്കാൻ വേണ്ടി മാത്രമാണ്. ഐ ഓൾവേസ് പ്ലേ ടു വിൻ. സിനിമയിലെടുത്ത് അവനെ കയ്യോടെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നാണ്. അടുത്ത കമാൻഡോ എന്റെ ടീമിന്നും റെഡി ആയി നിൽക്കുന്നുണ്ട്. എന്നെ പരിചയപ്പെടാം. ഉദയഭാനു, സാൻപാട സമാജത്തിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഏട്ടാ ഡയലോഗ് റെഡി? റെഡി, പറയും. കർണൻ, നെപ്പോളിയൻ. ഇന്നു മുതൽ ഞാൻ കാന്താരിയാണ് സാർ. കാന്താരിയോ? ആ, കണ്ണില്ലാത്ത രാഷ്ട്രത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചില്ലേ കാന്താരി. എന്റെ ടീമിൽ ഒരു ബ്ലാക്ക് കമാൻഡോ റെഡി ആയിട്ടുണ്ട്. വിനിജ, ബ്ലാക്ക് കമാൻഡോയുടെ പേരെന്താണ്? കമാൻഡോ ജോസഫ് തോമസ്. ജോസഫ് തോമസ്. ജോസഫ് ഏട്ടാ, നമുക്ക് ഡയലോഗ് ഒന്ന് പറഞ്ഞാലോ? കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരാണ് എൻ്റെ ഹീറോകൾ. യു സീ ദ ഐറണി. ഇവർ 3 പേരും പൊരുതി തോറ്റവരാണ്. പൊരുതി തോറ്റവരിലങ്ങ് പൊട്ടെന്ന് വെക്കും. ഞാൻ ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. ഐ പ്ലേ ഫോർ വിൻ. നന്നായാ മതിയായിരുന്നു. ബുദ്ധിയുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കണില്ല. വിനിജന്റെ ടീമിൽ നിന്ന് ആരാണ് ഡയലോഗ് പറയാൻ വന്നിരിക്കുന്നത്? ഇവിടെ ഞങ്ങളുടെ ടീമിൽ നിന്ന് റെഡി ആയിട്ടുണ്ട്. എന്റെ പേര് സറിയിലത്ത. ഓക്കെ, ആന്റി ഡയലോഗ് പറയാൻ റെഡിയാണോ? ഓക്കെ. കർണൻ, ഭഗത് സിംഗ്, നെപ്പോളിയൻ, ഇവർ 3 പേരുമാണ് എൻ്റെ ഹീറോസ്. ഇവർ 3 പേരും പൊരുതി തോറ്റവരാണ്. യു നോ ദ റോൾ മോഡൽ. എനിക്ക് മലയാളം അറിയില്ലാന്ന് തോന്നുന്നു. എന്റെ ഇംഗ്ലീഷ് കറക്റ്റ് അല്ലേ ജോസഫേ? അടുത്ത ആളും കൂടെ ഞങ്ങളുടെ ടീമിൽ നിന്ന് റെഡി ആയിട്ടുണ്ട്. ആന്റി പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് അൽസ. സാൻപാട സമാജത്തിലെ ഒരു മെമ്പറാണ്. അൽസ ആന്റി, അലസമായി അല്ലാണ്ട് നല്ല ശക്തിയായിട്ട് പറഞ്ഞോളൂ ഡയലോഗ്. ഓക്കെ. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് എൻ്റെ ഹീറോസ്. ഇവരൊക്കെ ജീവിതത്തിൽ പൊരുതി തോറ്റവരാണ്. യു സീ ദ ഐറണി, ഡോണ്ട് യു? പൊരുതി തോറ്റിയാൽ അങ്ങ് പോട്ടെ നിൽക്കും. ഞാൻ ജയിക്കാനായി മാത്രം കളിക്കുന്നവനാണ് ഞാൻ. ഇത്രയും കാലം എവിടെയായിരുന്നു? ചേച്ചിയുടെ പേരെന്ന് പറയൂ. ആശ സുധീഷൻ.
ആശ്വാസം ആശാ സുധീഷൻ. ആശാ സുധീഷൻ. സുധീഷ് ചേട്ടൻ അവിടെ ഉണ്ടോ? ഉണ്ട്. ഉണ്ടോ? എവിടെ? ഓ, ഒന്നും വിചാരിക്കരുത്. ചേച്ചി അമിതാഭ് ബച്ചനും ജയ ബച്ചനും പോലെ ഉണ്ട് അല്ലേ? അതെ അതെ അതെ. അപ്പൊ നിനക്ക് നല്ല കോംപ്ലക്സ് ഉണ്ടെന്ന് അറിയാം. ചേച്ചി പറഞ്ഞോളൂ. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് ഇവർ 3 പേരുമാണ് എൻ്റെ ഹീറോസ്. ഇവർ 3 പേരും പൊരുതി തോറ്റവരാണ്. എനിക്ക് പൊരുതി ജയിക്കാനാണ് ഇഷ്ടം. മീനാക്ഷിയല്ലോ. ആൻറ്റിയെ പരിചയപ്പെടുത്തോ. എൻ്റെ പേര് ഷീജ ജയപ്രകാശ്. ഞാൻ ഇവിടെ സാൻപാട താമസിക്കുന്നു. മലയാള സമാജത്തിലെ ഇവിടുത്തെ ടീച്ചറാണ്. ഓക്കെ. നല്ല സുന്ദരിയായ ടീച്ചർ. നല്ല സുന്ദരിയായിട്ടുള്ള ടീച്ചർ. ഓക്കെ. അപ്പൊ ടീച്ചറെ കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് ഇവർ 3 പേരുമാണ് എൻ്റെ ഹീറോസ്. യു സീ ദിസ് ഐറണി ഡോണ്ട് യു? ഇവർ 3 പേരും ജീവിതത്തിൽ പൊരുതി തോറ്റവരാണ്. അതുകൊണ്ട് പൊരുതി പോറ്റാലും അത് വേണ്ടെന്ന് വെക്കും ഞാൻ. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ജയിക്കാൻ വേണ്ടി മാത്രം പൊരുതുന്നവനാണ്. മലയാള ഭാഷയുടെ പിതാമഹോ. അടുത്ത സെഗ്മെന്റ് ഡബ് സ്മാഷ് ആണ്. അപ്പൊ ഇന്നത്തെ സീൻ ഏതായിരുന്നു? സീൻ എന്ന് പറഞ്ഞ ഒരു കോമഡി സീനാണ്, ഒരു കോൺട്രാ സീനാണ്. മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന സിനിമയിലെ പ്രിയദർശൻ ഡയറക്ടർ മോഹൻലാൽ മനസ്സിലായില്ലേ? ജഗതി ചേട്ടനൊക്കെ അത് തന്നെ. അപ്പൊ എന്റെ ടീമാണ് ആദ്യം അഭിനയിക്കുന്നത്. എന്റെ ടീമിലെ 3 കമാൻഡോസ് റെഡി ആയിട്ടുണ്ട്. 3 കമാൻഡോസ്. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് in these days of degenerating decencies of Miami Beach to Washington, when diplomacy and duplicity become interchangeable terms from complicated America to America. Stop it! Uncle, അമേരിക്കയിൽ പോയി എന്ന് അവകാശപ്പെടുന്ന ഇവന് ഇംഗ്ലീഷ് ഗ്രാമർ പോലും അറിയില്ല. He doesn't know the basics of English grammar. അമേരിക്ക ഗ്രാമർ ഇല്ലടേ. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. I am the answer. Kilometers and kilometers. In these days of degenerating decencies of Miami Beach to Washington, when diplomacy and duplicity become interchangeable terms from complicated America to America. Stop it! Uncle, അമേരിക്കയിൽ പോയി എന്ന് അവകാശപ്പെടുന്ന ഇവന് ഇംഗ്ലീഷ് ഗ്രാമർ പോലും അറിയില്ല. He doesn't know the basics of English grammar. അമേരിക്ക ഗ്രാമർ ഇല്ലടേ. You talk too much. I'll kick your face and get out. കേരള സമാജം സാൻപാടയിലെ ഈ കുടുംബാംഗങ്ങൾ ഇന്ന് നല്ല എനർജിയോടെ നല്ല രസകരമായി അഭിനയിച്ചും നല്ല ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞൊക്കെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീർത്തിരിക്കുന്നു. അതെ. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഗ്മെന്റ്സ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. മീറ്റ് മല്ലൂസ് എല്ലാ ആഴ്ചയും എല്ലാ ഞായറാഴ്ചയും 2 മുതൽ 2:30 വരെ കേരള ഗൈഡ്സിൽ നിങ്ങളുടെ വീട്ടുകളിൽ ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ സെഗ്മെന്റ് ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. So this is Niranj Menon and Vinija Vishwanath signing off. Let's hear it for Meet Mallus. കേരള കൈറ്റ്സിന്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത ഞായറാഴ്ച കാണുന്നവരെ ദിസ് ഇസ് സപ്ന സൈനിങ് ഓഫ്.